മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ ഒപ്പം സിപിഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് പുരോഗമിക്കുന്നു എന്നുള്ളതാണ് അതിനിർണായകമായ വാർത്തകൾ ഈ മണിക്കൂറിൽ നൽകാനുള്ളത്. പിണറായിയുടെ വീട്ടിൽ ഇപ്പോൾ ഇ ഡി ഉണ്ട്. ഇ ഡി അവിടെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പിണറായി വിജയന്റെ വീട്ടിൽ ബേക്കറി ജംഗ്ഷനിലെ തിരുവനന്തപുരത്തെ വീട്ടിൽ മകൾ വീണ വിജയനുമുണ്ട്. വീണയാണ് ആരോപണ വിധേയ ഈ കേസിൽ എന്നതുകൂടി നമ്മൾ ചേർത്ത് വെക്കണം. ഇന്നലെയാണ് SFIO കേസ് റദ്ദാക്കണം എന്ന CMRന്റെ ആവശ്യം കോടതി പൂർണ്ണമായും തള്ളിയ. ഡൽഹി കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശക്തമായ നടപടികളുമായി ഇപ്പോൾ ED മുന്നോട്ട് വരുന്ന പശ്ചാത്തലം പിണറായിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. വീണ വിജയനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മറ്റ് നടപടികളിലേക്ക് കടക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. സ്വാഭാവികമായും തിരുവനന്തപുരത്തെ വാടക വീട്ടിലും പിണറായിയിലെ വീട്ടിലും റെയ്ഡുണ്ടായെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം മുഹമ്മദ് റിയാസ് മുൻമന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോട്ടെ വീട്ടിലും റെയ്ഡുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാവിലെ 6 മണിക്ക് ED ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി. അപ്രതീക്ഷിതമായാണ് ED ഉദ്യോഗസ്ഥർ എത്തിയത്. കേരള പോലീസിന് ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നുകൂടി ചേർത്ത് വെക്കണം. ഒരിക്കലും കരുതിയിരുന്നില്ല ഒരുപക്ഷെ പിണറായിയുടെ വീട്ടിൽ ED കയറുമെന്നുള്ളത്. മറ്റ് പല നേതാക്കളുടെയും വീടുകളിൽ ED കയറിയപ്പോഴും കേരളത്തിലുണ്ടായ ഒരു വിമർശനം മറ്റ് സംസ്ഥാനങ്ങളിലെ പല നേതാക്കന്മാരുടെയും ശിവകുമാറിൻ്റെ അടക്കം കർണാടകയിലെ ശിവകുമാറിൻ്റെ വീട്ടിൽ, തമിഴ്നാട്ടിൽ ചിദംബരത്തിൻ്റെ വീട്ടിൽ ഒക്കെ ED കയറി വ്യാപകമായ പരിശോധന നടത്തിയപ്പോഴും എന്തുകൊണ്ട് കേരളത്തിൽ പിണറായി വിജയൻ്റെ വീട്ടിൽ ED കയറുന്നില്ല അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നില്ല എന്ന വിവരം വളരെ പ്രധാനപ്പെട്ട ഒന്നായി അന്നത്തെ പ്രതിപക്ഷമായ കോൺഗ്രസ് ഉന്നയിച്ചതാണ്. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എന്ന രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ പിണറായി വിജയന്റെ വീട്ടിൽ ED കയറി പരിശോധിക്കുന്നത്. CMRL MD ചന്ദ്രശേഖരന്റെ കൊച്ചിയിലെ വീട്ടിലും റെയ്ഡുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അതിനിർണായകമായ സാഹചര്യത്തിലേക്ക് കേരളം കടക്കുന്നു, കേരള രാഷ്ട്രീയമടക്കം കടക്കുന്നു. പിണറായി വിജയന്റെ കുടുംബത്തിന് നിയമ നടപടി EDയുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വരും. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് കേന്ദ്ര സേനാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമാണ്. ഒരു ഈച്ചയെ പോലും അവർ അകത്തേക്ക് കയറ്റിവിടില്ല. സാധാരണ ED റെയ്ഡുകളിൽ അതാണ് പതിവ്. കേന്ദ്ര സേനയുടെ ശക്തമായ സാന്നിധ്യം ഉണ്ടാകും. അവർ ED ഉദ്യോഗസ്ഥരെ സഹായിക്കും. ആരെങ്കിലും അത്തരത്തിൽ അതിക്രമത്തിനോ പ്രശ്നത്തിനോ വല്ലോ മുതിർന്നാൽ അതിനിശ്ചിതമായി നേരിടുകയും ചെയ്യും. സംശയമില്ല. അത്തരത്തിലാണ് കേന്ദ്രസേനയുടെ നീക്കമുള്ളത്. നമുക്കൊരു വനിതാ ഉദ്യോഗസ്ഥയെ ദൃശ്യങ്ങളിൽ കാണാം. അവർ ആ വീടിൻ്റെ വാതിൽപ്പടിയിൽ തന്നെ ഉണ്ട്. അവരുടെ സംരക്ഷണമുണ്ട്. പുറത്തും നിരവധി ഈ കേന്ദ്രസേനാ ഉദ്യോഗസ്ഥർ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അരുണ്, ഇപ്പോൾ റെയ്ഡ് ഏതാണ്ട് 2.5 മണിക്കൂറിലേക്ക് അടുക്കുന്നു. രാവിലെ 6 മണിക്ക് എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? 6 മണിയോട് കൂടിയാണ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണ് ഇവിടെ എത്തിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കിയത്. 6:30 മണിയോട് കൂടിയാണ് അവർ ഇവിടേക്ക് എത്തിയത്. രാവിലെ തന്നെ അവർ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. തമ്പാനൂരിൽ നിന്ന് അവർ ഇങ്ങോട്ട് പുറപ്പെട്ടത് ഏതാണ്ട് 6:30യോട് കൂടിയാണ്. ആ സമയത്താണ് ഇവിടെ ഉദ്യോഗസ്ഥർ എത്തിയത്. ആ രീതിയിലുള്ള പരിശോധനയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ CMRലുമായി ബന്ധപ്പെട്ട് ഉള്ള നിർണായകമായ രേഖകൾ നേരത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതിന് തുടർച്ചയിലേക്ക് വന്നാൽ അന്ന് CPM മുന്നോട്ട് വെച്ച വാദങ്ങൾ ഇപ്രകാരമായിരുന്നു. CMRലും വീണ വിജയൻ്റെ ഉടമസ്ഥയുള്ള എക്സാലോജിക്കും രണ്ട് കമ്പനികളാണ്. ആ 2 കമ്പനികൾ എന്ന നിലയിൽ നിയമപരമായി സേവനം നൽകിയതിനുള്ള കരാറിലാണ് അവർ അന്ന് ഏർപ്പെട്ടത്. ആ വ്യവസ്ഥ അനുസരിച്ചാണ് CMRൽ എക്സാലോജിക്കിന് പണം നൽകിയത്. കരാർ അടിസ്ഥാനത്തിലുള്ള പണമിടപാടുകളെല്ലാം നടന്നത് ബാങ്ക് മുഖേനയാണ്. അത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത്തരത്തിലുള്ള ക്രമവിരുദ്ധമായ ഇടപാടുകളാണെങ്കിൽ അവിടെ ഈ ബാങ്ക് മുഖേനയുള്ള ഇടപാടുകൾ നടക്കുമോ, അല്ലെങ്കിൽ അതിന് GST ഒടുക്കുമോ എന്ന ചോദ്യമൊക്കെയാണ് CPM അന്ന് മുന്നോട്ട് വച്ചത്. CMRL എന്ന കമ്പനി ആദായ നികുതിയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുന്നതിന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിലേക്ക് പോയത്. അല്ലാതെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡോ ഏതെങ്കിലും കേന്ദ്ര ഏജൻസികളോ കണ്ടെത്തിയ ഒരു വിഷയമല്ല ഇത്. ഈ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിനെ മുന്നിലേക്ക് പോയത് CMRL തന്നെയാണ്. തങ്ങളുടെ ഭാഗത്ത് ഏത് തരത്തിലുള്ള കള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ CMRL അങ്ങനെ പോകുമായിരുന്നു. ഈ വിഷയത്തിൽ വീണയുടെ കമ്പനി കക്ഷിയല്ല, എക്സാലോജിക്ക് ഈ ഒരു കേസിൽ കക്ഷിയല്ല എന്ന നിലപാടാണ് അന്നും CPM സ്വീകരിച്ചത്. CMRL ആണ് അവിടെ പോയത്. CMRലും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡും തമ്മിലാണ് തർക്കമുള്ള, അല്ലെങ്കിൽ അത്തരമൊരു ഒരു കേസ് രീതിയിലെങ്കിലും ഉള്ളത്. എന്നാൽ ഒരു തരത്തിലും വീണയുടെ കമ്പനിക്ക് അതിന് നേരിട്ട് ബന്ധമില്ല. സുതാര്യമായ പണമിടപാടും നിയമപരമായ കരാറുമായിരുന്നു
അതെന്ന വാദമാണ് CPM മുന്നോട്ട് വച്ചത്. എന്നാൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പുറത്തുനിന്ന രേഖകൾ അതിനെ തള്ളിപ്പറയുന്നതായിരുന്നു. സേവന കരാറിന്റെ മറവിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണ്, ഇതിൽ അഴിമതിയുണ്ട്, അതുകൊണ്ട് അന്വേഷണം വേണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വച്ചത്. കമ്പനികൾ തമ്മിലുള്ള കരാർ ഡയറക്ടർ ബോർഡിന്റെ അനുമതിയോടുകൂടി വേണം ഉണ്ടാകേണ്ടത്. ആ തീരുമാനത്തിന് ഒപ്പടക്കമുള്ള, അതായത് തീരുമാനമെടുക്കുന്ന യോഗത്തിന്റെ മിനിറ്റ്സും അതിന്റെ ഒപ്പടക്കമുള്ളവ ഉണ്ടാകണം. പക്ഷേ എക്സാലോജിക്കുമായി ഉണ്ടാക്കിയ കരാറിനെ സംബന്ധിച്ച് KMRLന്റെ ഡയറക്ടർ ബോർഡ് അറിഞ്ഞിരുന്നില്ല. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഓഡിറ്റർ സാക്ഷ്യപ്പെടുത്തിയ രേഖയോ പൊതുയോഗം അംഗീകരിച്ച കണക്കോ ഇല്ലായിരുന്നു. സാമ്പത്തിക നേട്ടത്തിന് കമ്പനിയുടെ പേരിൽ വ്യാജ രേഖയുണ്ടാക്കുന്നത് കുറ്റകരമെന്നും അന്ന് ഈ എതിർവാദമായി അന്വേഷണ സംഘം മുന്നോട്ട് വച്ചിരുന്നു. അവിടെയാണ് എന്ത് സേവനമാണ് പിന്നീട് വീണയുടെ കമ്പനി നൽകിയതെന്ന ചോദ്യം ഉയർന്നു വന്നു. ഈ അന്വേഷണത്തിൽ വീണയ്ക്ക് രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ആരോപണവും വാദവും മറുഭാഗത്ത് ഉയർന്നു വന്നിരുന്നു. CMRL കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയുടെ പ്രതിനിധിയുണ്ട്. ഇത്തരം കരാറിൽ ബോർഡ് അംഗങ്ങൾക്കും അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തമുണ്ട്. എന്നിട്ടും അതിൽ KSIDC റിപ്പോർട്ടിൽ എന്ത് നടപടിയെടുത്ത ചോദ്യം ആ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നതാണ്. കരിമണൽ കമ്പനി വീണയ്ക്ക് പണം നൽകിയത് അഴിമതിയുടെ പരിധി വരുന്നതാണെങ്കിൽ എന്ത് അഴിമതിയാണ് നടന്നിട്ടുള്ളത് എന്ന ചോദ്യങ്ങളൊക്കെയാണ് ആ ഘട്ടത്തിൽ ഉയർന്നു വന്നത്. ഇതിനിടെയാണ് SFIO കൂടി കേസിൽ രംഗപ്രവേശിച്ചത്. ഇതിനിടെയാണ് SFIO കൂടി കേസിൽ കടന്നുവരുന്നത്. 2013 കമ്പനീസ് ആക്ട് 210 വകുപ്പ് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടക്കുന്നതിനിടെ സമാന്തരമായി 212 വകുപ്പ് പ്രകാരമാണ് SFIO ഈ അന്വേഷണം ഏറ്റെടുത്തത്. പക്ഷേ അത് നടത്താനാകില്ലെന്ന് പിന്നീട് കർണാടക കോടതിയിൽ അത്തരം വാദങ്ങൾ ഉയർന്നു വന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്ക് 1.72 കോടി രൂപ നൽകി എന്ന ആരോപണമാണ് ഉയർന്നു വന്നത്. ഇതിൽ സീരിയസ് ഫ്രോഡ് എന്ന് പറയാൻ SFIO അന്വേഷണം ഏറ്റെടുക്കാൻ തക്ക ഒന്നുമില്ല എന്ന വാദമാണ് പിന്നീട് ഈ കമ്പനിയും കരിമണൽ കമ്പനിയും അതുപോലെ തന്നെ വീണയുടെ അഭിഭാഷകനും ഒക്കെ മുന്നോട്ട് വച്ചത്. സുപ്രീം കോടതി അടക്കം മുന്നോട്ട് വച്ചത്. ഏതായാലും SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേസ് പിന്നീട് മുന്നോട്ട് പോയത്. കരിമണൽ കമ്പനിയായ CMRL 1.72 കോടി രൂപ സോഫ്റ്റ്വെയർ സേവന കരാറിന്റെ പേരിൽ എക്സാലോജിക്ക് നൽകിയതായി ആണ് അന്ന് ആ രേഖകൾ ഉള്ളത്. CMRL വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് 135 കോടി നൽകിയെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. അവിടെയാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ പേര് ഉയർന്നു വന്നത്. ഏതായാലും ചെയ്യാത്ത സേവനത്തിനെന്ന് ആരോപിക്കപ്പെടുന്ന ഈ ഒരു കേസ്, ചെയ്യാത്ത സേവനത്തിന് എന്തിന് വീണ വിജയന് 1.72 കോടി രൂപ നൽകുന്നു? എന്താണ് വീണയുടെ അത്തരത്തിലുള്ള പ്രാധാന്യം? ആ പ്രാധാന്യമാണ് അന്നത്തെ മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ് വീണ വിജയൻ. അതുകൊണ്ട് പിണറായി വിജയനെ സ്വാധീനിക്കാൻ ഈ 1.72 കോടി നൽകി വീണ വിജയന്, അല്ലെങ്കിൽ പിണറായി വിജയൻ നൽകേണ്ട പണം വീണയിലൂടെ നൽകി എന്ന ആരോപണമാണ് രാഷ്ട്രീയമായി അന്ന് ഉന്നയിക്കപ്പെട്ടത്. അവിടെയാണ് ഇതിൽ അഴിമതിയുണ്ട് അല്ലെങ്കിൽ കൈക്കൂലിയുണ്ടെന്ന ആരോപണം നിലനിൽക്കുന്നത്. അവിടെയാണ് പിണറായി വിജയനുമായി ഈ കേസിന് ഏത് തരത്തിലുള്ള ബന്ധമുള്ളത്. അതിനപ്പുറത്തേക്ക് പിണറായി നേരിട്ട് ഈ കേസുമായി ബന്ധിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ കേന്ദ്ര ഏജൻസികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഇത്തരം നീക്കം അന്വേഷണ സംഘം നടത്തുകയാണ്. ഇവിടെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നു. സ്വാഭാവികമായും ഇത് ഒരു കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.